തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. കടവനാട് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ശാഖ ഓഫീസിനു നേരെയാണ് കരിയോയിൽ പ്രയോഗിച്ചത്. ഓഫീസിന്റെ വീടിനു മുകളിലും ചുമരിലും കരിയോയിൽ ഒഴിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഓഫീസിനോട് ചേർന്നുള്ള കുടിവെള്ളത്തിനുപയോഗിക്കുന്ന ജലസംഭരണിയിലും കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. കരിയോയിൽ പാടുകൾ പുതുപൊന്നാനി കിണർ സ്റ്റോപ്പ് വരെ കാണുന്നതിനാൽ ഈ ഭാഗത്തു നിന്നുള്ളവരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സംശയം. അർദ്ധരാത്രിക്ക് കടവനാട് ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തന്നെ കരിയോയിൽ ചില സാമൂഹ്യ ദ്രോഹികൾ ഒഴിച്ചിരിക്കുകയാണ്. ഈ കടവനാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനവിഭാഗങ്ങളും ഒരു താമസിച്ച് മതസൗഹാർദ്ദത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാവരും തന്നെ വളരെ ഏത് പാർട്ടിക്കാരും വളരെ സൗഹാർദ്ദത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രദേശത്ത് പുറമേ നിന്ന് വന്നിട്ടുള്ള ചില ശക്തികളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ കുറ്റം ചെയ്ത ഈ തമ്മാടികളെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കുറ്റവാളിയെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കടവനാട് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢാലോചനയാണ് കരിയോയിൽ പ്രയോഗത്തിന് മുന്നിലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. സംഭവസ്ഥലത്ത് നേതാക്കളായ ഹുസൈൻ കോയത്തങ്ങൾ, എം മൊയ്തീൻ ബാവ, KR റസാഖ്, ഫൈസൽ കടവനാട് എന്നിവർ സന്ദർശനം നടത്തി. സംഭവത്തിൽ പൊന്നാനി പോലീസിൽ പരാതി നൽകി. ലൈവ് TV ന്യൂസ്.